Hello friends, welcome to DG Fox Pro channel. So ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ SEO യോസ്റ്റ് SEO ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അതും ഒരു ഷോപ്പിഫൈ വെബ്സൈറ്റിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. സോ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇത് യോസ്റ്റ് SEOൻ്റെ ഞാനൊരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ ഇത് നിങ്ങളൊരു ഷോപ്പിഫൈൻ്റെ ആപ്സ് വഴി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾ കാണുന്നത് യോസ്റ്റ് SEOൻ്റെ ഓപ്റ്റിമൈസിലാണ് നമ്മൾ ഫസ്റ്റ് പോകേണ്ടത്. ഈ ഒരു ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പ്രോഡക്റ്റ് കളക്ഷൻസ് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രോഡക്റ്റ് എങ്ങനെയാണ് നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ ഓൾറെഡി ഈ വെബ്സൈറ്റിൽ ഇരിക്കുന്ന എല്ലാം പ്രോഡക്റ്റിൻ്റെ സ്കോറാണ് ഇവിടെ കാണിക്കുന്നത്. സോ SEO സ്കോർസ് ആണ്, ഇവിടെ റീഡബിലിറ്റി സ്കോർസ് ആണ്. സോ ഈ രണ്ട് നമ്മൾ ഡാഷ്ബോർഡിൽ നമുക്ക് എത്ര പ്രോഡക്റ്റ് ഓക്കെ ആണ്, നീഡ് ടു ബി ഇംപ്രൂവ്മെൻ്റ് ആണ്, നോട്ട് അനലൈസ്ഡ് ആണ്, അത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. സോ നമുക്കിനി പ്രോഡക്റ്റിലേക്ക് പോവാം. സോ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഇവിടുന്ന് ചൂസ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ആദ്യം പ്രോഡക്റ്റിലാണ് പോകേണ്ടത്. അവിടെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഏതാണ് പ്രോഡക്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് അത് എടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് നിങ്ങൾ കാണുന്നത് ഈ SEO സ്കോർ റെഡ് ആണ് ഇവിടെ കാണിക്കുന്നത്. റെഡ് മീൻസ് ഇറ്റ്സ് നോട്ട് ആൻഡ് ഗുഡ് സ്കോർ. സോ ഇത് നമ്മൾ ഗ്രീൻ ലൈനിലേക്കാണ് നമ്മൾ ഫസ്റ്റ് മാറ്റേണ്ടത്. സോ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫോക്കസ് കീ ഫ്രേസ് ആണ് നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത്. സോ ഇത് നിങ്ങൾക്ക് ഇവിടെ ആദ്യം നിങ്ങൾക്ക് സെറ്റ് ചെയ്യണം. നമ്മൾ ഇവിടെ ഫോക്കസ് കീ ഫ്രേസ് ചേഞ്ച് ചെയ്ത ഉടനെ നമുക്ക് ഇവിടെ നിന്ന് SEO അനാലിസിസിൻ്റെ സ്കോറിന് മാറ്റം കാണാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് റീഡബിലിറ്റി സ്കോർ ഒന്ന് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലത്തെ വലിയ പാരഗ്രാഫായിട്ട് എഴുതിയിരിക്കുന്നത് അത് നമുക്കൊന്ന് ഷോർട്ട് ആക്കണം. പിന്നെ വലിയ സെൻറ്റൻസസ് ഒക്കെ നമുക്കൊന്ന് ഷോർട്ട് ആക്കണം. പിന്നെ ഇതുപോലത്തെ എന്തെങ്കിലും പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊരു ബുള്ളറ്റ് പോയിൻറ്റ്സിലാക്കാൻ നോക്കണം. അല്ലെങ്കിൽ നമുക്കൊരു പോയിൻ്ററായിട്ട് നമ്മൾ എഴുതണം. ഇതിങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് കാണാൻ പറ്റും റീഡബിലിറ്റി സ്കോർ നമ്മൾ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഗ്രീനിലേക്ക് മാറിയിട്ടുണ്ട്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് SEO അനാലിസിസ്. ഇപ്പോൾ ഇത് നോക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ഇഷ്യൂസ് നമ്മൾ കാണണമെങ്കിൽ ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ബട്ടൺ ഉണ്ട്. സോ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം കീ ഫ്രേസിൻ്റെ ഡെൻസിറ്റി കുറവാണ്, മെറ്റ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കീവേഡ് അല്ല, പിന്നെ മെറ്റ ഡിസ്ക്രിപ്ഷൻസ് ലെങ്ത് കുറവാണ്, അങ്ങനെയൊക്കെ ഇഷ്യൂസാണ് നമുക്കിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതൊക്കെ നമ്മൾക്ക് 1 by 1 ഷോർട്ട് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രീനിലേക്ക് മാറും. സോ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ AI ടൈറ്റിൽ ജനറേറ്റർ നമുക്ക് ഷോപ്പിഫൈയിൽ ഈ യോസ്റ്റ് SEOയിൽ ഉണ്ട്. സോ ഇതിൻ്റെ ഹെൽപ്പ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സുട്ടേബിൾ ആയിട്ടുള്ള ടൈറ്റിൽ ഓൾറെഡി നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. സോ ഇതാണ് നമ്മളെ ഫസ്റ്റ് പ്രൊസീജിയർ, നമ്മളെ SEO സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്. സോ ഇതുപോലെ നമുക്ക് മെറ്റ ടൈറ്റലും മെറ്റ ഡിസ്ക്രിപ്ഷൻ നമ്മളിപ്പം ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. സോ ഇതിനകത്ത് ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ എറർ മാറിയിട്ടില്ല, ഈ ഒരു പ്രോബ്ലം മാറിയിട്ടില്ല, സ്കോർ ഇപ്പോഴും ബാഡാണ്. സോ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ കീവേഡ് ഒന്നും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇത് കീവേഡ് ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ രണ്ടും ഗ്രീനിലേക്ക് മാറിയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ യോസ്റ്റ് SEO യൂസ് ചെയ്തിട്ട് നമ്മൾ SEO ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.